ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫർ സ്റ്റോണിൻ്റെ ദ ജേർണി ഫ്രം പ്ലാറ്റ്ഫോം 9 3/4 ബാക്കി ഭാഗമാണ് കേൾക്കാൻ പോകുന്നത്. ഡേഴ്സ്ലികൾ ഹാരിയെ ലണ്ടനിൽ പോകുന്ന വഴിക്ക് കിങ്സ് ക്രോസ് സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യുന്നിടത്താണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇപ്പോൾ ഹാരി കിങ്സ് ക്രോസിൽ അങ്കിൾ വെർണോണിൻ്റെ കൂടെ നിൽക്കുകയാണ്. സോ വിതൗട്ട് ഫർദർ ഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് ജംപ് ഇൻ ടു ദ സ്റ്റോറി. ഇതാ ഇവിടെയാണ് പ്ലാറ്റ്ഫോം 9, പ്ലാറ്റ്ഫോം 10. നിന്റെ പ്ലാറ്റ്ഫോം ഇതിൻ്റെ മധ്യത്തിൽ എവിടെയോ ആയിരിക്കണം. പക്ഷേ അവർ ഇതുവരെ അത് നിർമ്മിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. തീർച്ചയായും അയാൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഒരു പ്ലാറ്റ്ഫോമിന് മുകളിൽ ഒരു വലിയ പ്ലാസ്റ്റിക് നമ്പർ 9ഉം അതിനടുത്തുള്ള പ്ലാറ്റ്ഫോമിന് മുകളിൽ ഒരു വലിയ പ്ലാസ്റ്റിക് നമ്പർ 10ഉം ഉണ്ടായിരുന്നു. നടുവിലാണെങ്കിലോ ഒന്നുമില്ല. ശരി, നല്ലൊരു ജീവിതം കിട്ടട്ടെ, അങ്കിൾ വെർണോൺ കൂടുതൽ ദുഷിച്ച പുഞ്ചിരിയോടെ പറഞ്ഞു. അയാൾ പിന്നൊരു വാക്കും പറയാതെ പോയി. ഹാരി തിരിഞ്ഞു നോക്കിയപ്പോൾ ഡേഴ്സ്ലി കുടുംബം വണ്ടി ഓടിച്ചു പോകുന്നത് കണ്ടു. അവർ 3 പേരും ചിരിക്കുന്നു. ഹാരിയുടെ വായ വരണ്ടുപോയി. അവനിനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഹെഡ്വിഗ് കാരണം ആൾക്കാരുടെ ധാരാളം രസകരമായ നോട്ടങ്ങൾ അവൻ ആകർഷിക്കാൻ തുടങ്ങി. ആരോടെങ്കിലും ചോദിക്കേണ്ടിയിരിക്കുന്നു. കടന്നു പോകുന്ന ഒരു ഗാർഡിനെ അവൻ നിർത്തി. പക്ഷേ 9:45 പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ചോദിക്കാനുള്ള ധൈര്യമുണ്ടായില്ല. ആ ഗാർഡ് ഹോഗ്വാർട്സിനെ കുറിച്ച് ഒരിക്കലും കേട്ടിട്ടില്ല. രാജ്യത്തിൻ്റെ ഏത് ഭാഗത്താണ് അതെന്ന് പറയാൻ പോലും ഹാരിക്ക് കഴിയാതെ വന്നപ്പോൾ ഹാരി മനഃപൂർവ്വം മണ്ടൻ കളിക്കുകയാണെന്ന് തോന്നി അയാൾക്ക് ദേഷ്യം വന്നു. ഹാരി നിരാശയോടെ 11 മണിക്ക് പുറപ്പെടുന്ന ട്രെയിൻ ഏതാണെന്ന് ചോദിച്ചു. പക്ഷെ ഗാർഡ് അവിടെ അങ്ങനെയൊന്നില്ലെന്ന് പറഞ്ഞു. അവസാനം അയാൾ സമയം പാഴാക്കുന്നവരെ കുറിച്ച് പിറുപിറുത്തുകൊണ്ട് നടന്നു. ആകുലപ്പെടാതിരിക്കാൻ ഹാരി ഇപ്പോൾ കഠിനമായി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അറൈവൽ ബോർഡിന് മുകളിലുള്ള വലിയ ക്ലോക്ക് അനുസരിച്ച് ഹോഗ്വാർട്സിലേക്കുള്ള ട്രെയിനിൽ കയറാൻ അവന് 10 മിനിറ്റ് ബാക്കിയുണ്ട്. പക്ഷേ അതെങ്ങനെ ചെയ്യണമെന്ന് അവൻ അറിയില്ലായിരുന്നു. അവൻ ഒരു സ്റ്റേഷൻ്റെ നടുവിൽ കുടുങ്ങിപ്പോയി. അവന് പ്രയാസത്തോടെ ഉയർത്താൻ കഴിയുന്ന ഒരു പെട്ടിയും ഒരു പോക്കറ്റ് നിറയെ മാന്ത്രിക പണവും ഒരു വലിയ മൂങ്ങയുമായി. ഡ്രാഗൺ ആലിയിൽ കയറാൻ ഇടതുവശത്തുള്ള 3ാമത്തെ ഇഷ്ടികയിൽ തട്ടുന്നത് പോലെ ചെയ്യേണ്ട ഒരു കാര്യം ഹാഗ്രിഡ് അവനോട് പറയാൻ മറന്നുപോയിരിക്കണം. തൻ്റെ വടി പുറത്തെടുത്ത് 9നും 10നും പ്ലാറ്റ്ഫോമുകൾക്കിടയിലുള്ള ടിക്കറ്റ് ബോക്സിൽ തട്ടാൻ തുടങ്ങണോ എന്ന് വരെ അവൻ ചിന്തിച്ചു. ആ നിമിഷം ഒരു കൂട്ടം ആളുകൾ അവൻ്റെ തൊട്ടു പിന്നിൽ കടന്നുപോയി. അവർ എന്താണ് പറയുന്നതെന്ന് അവന് മനസ്സിലായി. മക്കളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഹോ! ഹാരി തിരിഞ്ഞു നോക്കി. പറഞ്ഞത് ഒരു തടിച്ച സ്ത്രീയായിരുന്നു. അവൾ 4 ആൺകുട്ടികളുമായി സംസാരിച്ചു കൊണ്ടിരുന്നു. എല്ലാവരും ചുവന്ന മുടിയുള്ളവർ. ഓരോരുത്തരും ഹാരിയുടെ മുന്നിലുള്ള പെട്ടി പോലുള്ള ഒന്ന് തള്ളിക്കൊണ്ടിരുന്നു. അവർക്കൊരു മൂങ്ങയും കൂടി ഉണ്ടായിരുന്നു. അവൻ്റെ ഹൃദയമിടിപ്പ് കൂടിക്കൂടി വന്നു. ഹാരി തൻ്റെ ട്രോളി അവരുടെ പിന്നാലെ തള്ളി. അവർ നിർത്തി. അവനും നിർത്തി. എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ കഴിയുന്നത്ര അടുത്ത്. ഇനി പ്ലാറ്റ്ഫോം നമ്പർ എത്രയായിരുന്നു? ആൺകുട്ടികളുടെ അമ്മ ചോദിച്ചു. 9:45 എന്ന് അമ്മയുടെ കൈ പിടിച്ചിരുന്ന ചുവന്ന മുടിയുള്ള ഒരു കൊച്ചു പെൺകുട്ടി വിളിച്ചു പറഞ്ഞു. അമ്മയെ, എനിക്ക് പോകാൻ പറ്റില്ലേ? ജിന്നി, നിനക്ക് പ്രായമായിട്ടില്ല, ഇനി മിണ്ടാതിരിക്ക്. ശരി പേഴ്സി, നീ ആദ്യം പോകൂ. മൂത്ത കുട്ടി 9ഉം 10ഉം പ്ലാറ്റ്ഫോമുകളിലേക്ക് മാർച്ച് ചെയ്യുന്നത് പോലെ പോയി. ഹാരി നോക്കി നിന്നു. കണ്ണു ചിമ്മാതിരിക്കാൻ ശ്രദ്ധിച്ചു. പക്ഷേ ആ കുട്ടി 2 പ്ലാറ്റ്ഫോമുകൾക്കിടയിലുള്ള ഭിത്തിയിൽ എത്തിയപ്പോൾ വിനോദസഞ്ചാരികളുടെ ഒരു കൂട്ടം അവൻ്റെ മുന്നിലേക്ക് വന്നു. അവസാനത്തെ ബാഗും കൺമുന്നിൽ നിന്ന് നീങ്ങിയപ്പോഴേക്കും ആ കുട്ടി അപ്രത്യക്ഷനായി കഴിഞ്ഞിരുന്നു. ഫ്രെഡ്, അടുത്തത് നീയാണ്, തടിച്ച സ്ത്രീ പറഞ്ഞു. ഞാൻ ഫ്രെഡല്ല, ഞാൻ ജോർജാണ്, ആ കുട്ടി പറഞ്ഞു. സത്യം പറഞ്ഞാൽ അമ്മ ഞങ്ങളുടെ അമ്മ തന്നെയാണോ?
ഞാൻ ജോർജ് ആണെന്ന് നമുക്ക് ഇതുവരെ അറിയില്ലേ? സോറി ജോർജ് ഡിയർ, തമാശ പറഞ്ഞതാ, ഞാൻ ഫ്രെഡാണ്. അത് പറഞ്ഞു കഴിഞ്ഞ നിമിഷം അവൻ പോയി. അവൻ്റെ ഇരട്ടയെ വേഗം വരാൻ വേണ്ടി വിളിച്ചു. അവൻ വേഗം പോയിട്ടുണ്ടാകണം, കാരണം ഒരു നിമിഷം കഴിഞ്ഞ് അവനെ കാണാനില്ലായിരുന്നു. പക്ഷേ അവൻ അത് എങ്ങനെ ചെയ്തു? ഇപ്പോൾ മൂന്നാമത്തെ സഹോദരൻ ടിക്കറ്റ് ബാരിയറിലേക്ക് വേഗത്തിൽ നടന്നു. അവൻ അവിടെ എത്താറായി. പിന്നെ വളരെ പെട്ടെന്ന് അവനും അപ്രത്യക്ഷനായി. മറ്റൊരു വഴിയും മുമ്പിലില്ലായിരുന്നു. എക്സ്ക്യൂസ് മീ. ഹാരി ആ തടിച്ച സ്ത്രീയുടെ പക്കലേക്ക് പോയി. ഹലോ ഡിയർ, ഹോഗ്വാർട്സിൽ ആദ്യമായിട്ടാണോ? റോണും അതെ, അവൾ പറഞ്ഞു. അവൾ തൻ്റെ അവസാനത്തതും ഇളയതുമായ മകനെ ചൂണ്ടിക്കാണിച്ചു. അവൻ മെലിഞ്ഞ് ഉയരമുള്ള മുഖത്ത് പുള്ളികളും വലിയ കൈകളും കാലുകളും നീണ്ട മൂക്കും ഉള്ളവനായിരുന്നു. അതെ, ഹാരി ഉത്തരം നൽകി. കാര്യം എനിക്കത് എങ്ങനെയാണെന്ന്. പ്ലാറ്റ്ഫോമിലേക്ക് എങ്ങനെ കയറണമെന്നാണോ? അവൾ ദയയോടെ ചോദിച്ചു. ഹാരി തലയാട്ടി. വിഷമിക്കേണ്ട, അവൾ പറഞ്ഞു. നീ ചെയ്യേണ്ടത് 9-നും 10-നും പ്ലാറ്റ്ഫോമുകൾക്കിടയിലുള്ള ഭിത്തിക്ക് നേരെ നടക്കുക എന്നതാണ്. നിർത്തരുത്, അതിലിടിക്കുമെന്ന് ഭയപ്പെടരുത്. അത് വളരെ പ്രധാനമാണ്. നിനക്ക് പേടിയുണ്ടെങ്കിൽ അല്പം ഓടുന്നതാണ് നല്ലത്. റോണിന് മുമ്പേ പൊക്കോളൂ, വേഗം പൊക്കോളൂ. ഓക്കെ, ഹാരി പറഞ്ഞു. അവൻ ട്രോളി വട്ടം തള്ളി ആ ഭിത്തിയിലേക്ക് നോക്കി. അത് വളരെ ഉറപ്പുള്ളതായിരുന്നു. അവൻ അതിലേക്ക് നടക്കാൻ തുടങ്ങി. 9-ാം പ്ലാറ്റ്ഫോമിലേക്കും 10-ാം പ്ലാറ്റ്ഫോമിലേക്കും പോകുന്ന ആളുകൾ അവനെ തള്ളി. ഹാരി കൂടുതൽ വേഗത്തിൽ നടന്നു. അവൻ ആ ടിക്കറ്റ് ബോക്സിൽ ഇടിച്ച് കയറാൻ പോവുകയാണ്. ട്രോളിയിൽ ചാരി നിന്ന് അവൻ നന്നായി ഓടി. തടസ്സം അടുത്തു വന്നുകൊണ്ടിരുന്നു. അടുത്തു ചെല്ലുന്തോറും അവന് നിർത്താൻ കഴിഞ്ഞില്ല. ട്രോളി നിയന്ത്രണം വിട്ടുപോയി. അവൻ ഒരടി അകലെയായിരുന്നു. അപകടത്തിന് തയ്യാറായി അവൻ കണ്ണുകൾ അടച്ചു. പക്ഷേ അത് സംഭവിച്ചില്ല. അവൻ ഓടിക്കൊണ്ടേയിരുന്നു. അവൻ കണ്ണു തുറന്നു. പ്ലാറ്റ്ഫോമിൽ ആളുകൾ നിറഞ്ഞ ഒരു സ്ഥലത്തിനടുത്തായി ചുവപ്പ് നിറത്തിലുള്ള സ്റ്റീം എഞ്ചിൻ കാത്തു നിൽക്കുന്നു. ഹോഗ്വാർട്സ് എക്സ്പ്രസ് 11 മണി എന്നെഴുതിയ ഒരു അടയാളം തലയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്നു. ഹാരി പിന്നിലേക്ക് നോക്കിയപ്പോൾ ടിക്കറ്റ് ബോക്സ് ഉണ്ടായിരുന്നിടത്ത് ഒരു ഇരുമ്പ് കമാനം കണ്ടു. അതിൽ പ്ലാറ്റ്ഫോം 9 and 3/4 എന്നീ വാക്കുകൾ ഉണ്ടായിരുന്നു. അതെ, അവനത് കടന്നു വന്നിരിക്കുന്നു. എഞ്ചിനിൽ നിന്നുള്ള പുക ആൾക്കൂട്ടത്തിന് തലയ്ക്ക് മുകളിലൂടെ ഒഴുകി. പല നിറങ്ങളിലുള്ള പൂച്ചകൾ കാലുകൾക്കിടയിൽ അവിടെയും ഇവിടെയും ചുറ്റിക്കറങ്ങി. മൂങ്ങകൾ പരസ്പരം അതൃപ്തിയോടെ ആർത്തു വിളിച്ചു. ആദ്യത്തെ കുറച്ച് വണ്ടികളിൽ വിദ്യാർത്ഥികൾ നിറഞ്ഞിരുന്നു. ചിലർ ജനാലയിലൂടെ പുറത്തു നിന്ന കുടുംബങ്ങളുമായി സംസാരിക്കുന്നു. ചിലർ സീറ്റിനായി വഴക്കിടുന്നു. ഒഴിഞ്ഞ സീറ്റ് തേടി ഹാരി തന്റെ ട്രോളി പ്ലാറ്റ്ഫോമിൽ നിന്ന് തള്ളി. അമ്മൂമ്മ എന്റെ തവളെ വീണ്ടും കാണാതായി എന്ന് പറയുന്ന വൃത്താകൃതിയിലുള്ള മുഖമുള്ള ഒരു ആൺകുട്ടിയെ അവൻ കടന്നുപോയി. ഓ നെവിൽ. വൃദ്ധ നെടുവേർപ്പെടുന്നത് അവൻ കേട്ടു. ഡ്രെഡ്ലോക്ക് ധരിച്ച ഒരു ആൺകുട്ടിയെ ചെറിയൊരു ആൾക്കൂട്ടം വളഞ്ഞിരുന്നു. നീ ഒന്ന് കാണിക്ക്. ആ കുട്ടി തൻ്റെ കൈകളിലിരുന്ന ഒരു പെട്ടിയുടെ മൂടി ഉയർത്തി. അകത്തുണ്ടായിരുന്ന എന്തോ ഒന്ന് ഒരു നീണ്ട രോമമുള്ള കാൽ പുറത്തേക്ക് തള്ളിയപ്പോൾ ചുറ്റുമുള്ള ആളുകൾ നിലവിളിക്കുകയും അലറുകയും ചെയ്തു. ആൾക്കൂട്ടത്തിനിടയിലൂടെ ഹാരി മുന്നോട്ട് നീങ്ങി. ട്രെയിനിന്റെ അറ്റത്തായി ഒരു ഒഴിഞ്ഞ കമ്പാർട്ട്മെന്റ് കണ്ടെത്തി. ആദ്യം ഹെഡ്വിഗിനെ അകത്തു കയറ്റി. പിന്നീട് പെട്ടി ട്രെയിനിന്റെ വാതിലിന്റെ അടുത്തേക്ക് തള്ളാൻ ശ്രമിച്ചു. പടികൾ കയറി മുകളിലേക്ക് ഉയർത്താൻ ശ്രമിച്ചെങ്കിലും ഒരറ്റം പോലും ഉയർത്താൻ കഴിഞ്ഞില്ല. 2 തവണ അത് കാലിൽ വീണ് അവന് വേദനിച്ചു. ഒരു കൈസഹായം വേണോ? ടിക്കറ്റ് ബോക്സിലൂടെ നേരത്തെ വന്ന ചുവന്ന മുടിയുള്ള ഇരട്ടകളിൽ ഒന്നായിരുന്നു അത്. പ്ലീസ്. ഹാരി
കിതച്ചു. ഓ ഫ്രെഡ്, ഒന്ന് വന്ന് സഹായിക്കൂ. ഇരട്ടകളുടെ സഹായത്തോടെ ഒടുവിൽ ഹാരിയുടെ പെട്ടി കമ്പാർട്ട്മെന്റിന്റെ ഒരു മൂലയിൽ ഒതുക്കി. താങ്ക്സ്. ഹാരി തന്റെ വിയർത്ത മുടി കണ്ണുകളിൽ നിന്ന് പുറത്തേക്ക് നീക്കി പറഞ്ഞു. അതെന്താ? ഇരട്ടകളിൽ ഒരാൾ പെട്ടെന്ന് ഹാരിയുടെ മിന്നൽ പിണറിലേക്ക് വിരൽ ചൂണ്ടി ചോദിച്ചു. ബ്ലൈമി, മറ്റേ ഇരട്ട പറഞ്ഞു. നീ? അതെ, ഇവൻ തന്നെ. ആദ്യത്തെ ഇരട്ട കൂട്ടിച്ചേർത്തു. അല്ലേ? അവൻ ഹാരിയെ സംശയത്തോടെ നോക്കി. എന്ത്? ഹാരിക്ക് മനസ്സിലായില്ല. ഹാരി പോട്ടർ, ഇരട്ടകൾ കൂട്ടത്തോടെ പാടി. ഓ അതെ, ഹാരി പറഞ്ഞു. അത് ഞാൻ തന്നെയാണ്. രണ്ടു കുട്ടികളും അവനെ തുറിച്ചു നോക്കി. ഹാരി ചുവന്നു തുടുത്തു. അപ്പോൾ ആശ്വാസത്തിന് വകയെന്ന പോലെ ട്രെയിനിന്റെ തുറന്നു കിടന്ന വാതിലിലൂടെ ഒരു ശബ്ദം അകത്തേക്ക് ഒഴുകി വന്നു. ഫ്രെഡ്, ജോർജ്, നിങ്ങൾ എവിടെയാണ്? വരുന്നമ്മേ. ഹാരിയെ അവസാനമായി ഒന്ന് നോക്കിയ ശേഷം ഇരട്ടകൾ ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങി. ഹാരി ജനാലയ്ക്കരികിൽ പകുതി മറഞ്ഞിരുന്നു. പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ചുവന്ന മുടിയുള്ള കുടുംബത്തെ അവന് നിരീക്ഷിക്കാനും അവർ എന്താണ് പറയുന്നതെന്ന് കേൾക്കാനും കഴിഞ്ഞു. അവരുടെ അമ്മ ഒരു തൂവാല പുറത്തെടുത്തിട്ടുണ്ട്. റോൺ, നിന്റെ മൂക്കിനെന്തോ ഉണ്ട്. ഇളയ കുട്ടി മാറാൻ ശ്രമിച്ചു. പക്ഷെ അവൾ അവനെ പിടിച്ച മൂക്കിന്റെ അറ്റം തടവാൻ തുടങ്ങി. അമ്മ വിട്, അമ്മ വിട്, അവൻ പുളഞ്ഞു. ആഹാ, റോണിയുടെ മൂക്കിനെന്താ? ഇരട്ടകളിൽ ഒരാൾ കൊഞ്ചി. മിണ്ടാതിരിക്ക്, റോൺ പറഞ്ഞു. പേഴ്സി എവിടെ? അവരുടെ അമ്മ ചോദിച്ചു. അവനിപ്പോൾ വരും. മൂത്ത കുട്ടി പെട്ടെന്ന് എവിടെ നിന്നോ വന്നു. അവൻ ഇതിനകം തന്നെ കറുത്ത ഹോഗ്വാർട്സ് വസ്ത്രം ധരിച്ചിരുന്നു. അവന്റെ നെഞ്ചിൽ പി എന്ന അക്ഷരമുള്ള തിളങ്ങുന്ന ചുവപ്പും സ്വർണവും കലർന്ന ബാഡ്ജ് ഹാരി ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. അധിക നേരം നിൽക്കാൻ കഴിയില്ല അമ്മേ, അവൻ പറഞ്ഞു. ഞാൻ മുന്നിലാണ്. പ്രിഫെക്റ്റുകൾക്ക് 2 കമ്പാർട്ട്മെന്റുകളുണ്ട്. ഓ പേഴ്സി, നീ ഒരു പ്രിഫെക്റ്റാണോ? ഇരട്ടകളിൽ ഒരാൾ വലിയ ആശ്ചര്യത്തോടെ തുടങ്ങി. നിനക്ക് നേരത്തെ പറയാമായിരുന്നല്ലോ. ഞങ്ങൾ അറിഞ്ഞില്ല. അല്ലല്ല, ഇവൻ ഇതിനെക്കുറിച്ച് എന്തോ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, മറ്റേ ഇരട്ട പറഞ്ഞു. ഒരിക്കൽ അല്ല, 2 തവണ. ഒരു മിനിറ്റ്. വേനൽ മുഴുവൻ. ഓ മിണ്ടാതിരിക്ക്, പേഴ്സി ദ പ്രിഫെക്റ്റ് പറഞ്ഞു. ഈ പേഴ്സിക്ക് പുതിയ വസ്ത്രങ്ങൾ എങ്ങനെ കിട്ടി? ഇരട്ടകളിൽ ഒരാൾ ചോദിച്ചു. കാരണം അവനൊരു പ്രിഫെക്റ്റാണ്, അവരുടെ അമ്മ സ്നേഹത്തോടെ പറഞ്ഞു. ഓൾറൈറ്റ് ഡിയർ, ഹാവ് എ ഗുഡ് ടേം. നീ അവിടെ എത്തിയിട്ട് എനിക്കൊരു മൂങ്ങയയക്ക്. അവൾ പേഴ്സിയുടെ കവിളിൽ ചുംബിച്ചു. അവൻ പോയി. പിന്നെ അവൾ ഇരട്ടകളെ സമീപിച്ചു. ഇനി ഈ വർഷം നിങ്ങൾ 2 പേരും മര്യാദക്ക് നിന്നോളണം. ഇനി നിങ്ങൾ ഒരു ടോയ്ലറ്റ് വീർപ്പിച്ചെന്നോ മറ്റോ പറഞ്ഞ് ഒരു മൂങ്ങ കൂടി വന്നാൽ. ടോയ്ലറ്റ് വീർപ്പിക്കലോ? ഞങ്ങൾ ഒരിക്കലും ഒരു ടോയ്ലറ്റ് വീർപ്പിച്ചിട്ടില്ല. എന്നാലും നല്ല ഐഡിയ. താങ്ക്സ് അമ്മേ. തമാശ കള, റോണിനെ നന്നായി നോക്കണം. വിഷമിക്കേണ്ട, റോണിക്കിൻസ് ഞങ്ങളുടെ അടുത്ത് സുരക്ഷിതനാണ്. മിണ്ടാതിരിക്ക്, റോൺ വീണ്ടും പറഞ്ഞു. അവൻ ഇരട്ടകളുടെ അത്രയും ഉയരമുള്ളവനായിരുന്നു. അമ്മ മൂക്ക് തിരുമ്മിയതിനാൽ അവന്റെ മൂക്ക് ഇപ്പോഴും പിങ്ക് നിറത്തിലായിരുന്നു. അമ്മേ, ട്രെയിനിൽ വെച്ച് ഞങ്ങൾ ആരെ കണ്ടുമുട്ടിയെന്ന് അമ്മയ്ക്ക് ഊഹിക്കാമോ? ഹാരി പെട്ടെന്ന് പിന്നിലേക്ക് ചാഞ്ഞു. അതിനാൽ അവൻ നോക്കുന്നത് അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. സ്റ്റേഷനിൽ നമ്മുടെ അടുത്തുണ്ടായിരുന്ന ആ കറുത്ത മുടിയുള്ള പയ്യനെ മനസ്സിലായോ? അവൻ ആരാണെന്ന് അറിയാമോ? ആരാ? ഹാരി പോട്ടർ. ആ കൊച്ചു പെൺകുട്ടിയുടെ ശബ്ദം ഹാരി കേട്ടു.
അയ്യോ അമ്മേ, ഞാൻ ട്രെയിനിൽ പോയി ഒന്ന് കാണട്ടെ അമ്മ, പ്ലീസ്. നീ അവനെ നേരത്തെ കണ്ടല്ലോ ജിനി. ആ പാവം പയ്യൻ ഒരു കാഴ്ച വസ്തു അല്ല ഫ്രെഡ്. അവൻ ശരിക്കും അങ്ങനെ തന്നെയാണോ? നിനക്ക് എങ്ങനെ മനസ്സിലായി? അവനോട് ചോദിച്ചോ, അവന്റെ പാട് കണ്ടു. അത് ശരിക്കും അവിടെയുണ്ട്, മിന്നൽ പോലെ. പാവം കുട്ടി, വെറുതെയല്ല അവൻ ഒറ്റക്കായത്. ഞാൻ ചിന്തിച്ചു, പ്ലാറ്റ്ഫോമിൽ എങ്ങനെ കയറുമെന്ന് ചോദിക്കുമ്പോഴെല്ലാം അവൻ വളരെ മാന്യമായി പെരുമാറിയിരുന്നു. അത് വീട്, യൂനോഹു എങ്ങനെയിരിക്കുമെന്ന് അവന് ഓർമ്മയുണ്ടാകുമോ? അവരുടെ അമ്മ പെട്ടെന്ന് വളരെ കർക്കശക്കാരിയായി. ഫ്രെഡ്, അതൊന്നും അവനോട് ചോദിച്ചു പോകരുത്, കേട്ടല്ലോ. സ്കൂളിലെ ആദ്യ ദിവസം തന്നെ അവനെ അത് ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല. ഒരു വിസിൽ മുഴങ്ങി. വേഗം കയറ്, വേഗം കയറ്, അവരുടെ അമ്മ പറഞ്ഞു. 3 ആൺകുട്ടികളും ട്രെയിനിൽ കയറി. അവർ ജനാലയിലൂടെ പുറത്തേക്ക് ചാരി നിന്ന് അമ്മയുടെ ഉമ്മകൾ ഏറ്റുവാങ്ങി. അവരുടെ അനുജത്തി കരയാൻ തുടങ്ങി. കരയേണ്ട ജിനി, ഞങ്ങൾ നിനക്ക് ധാരാളം ഉങ്ങകളെ അയക്കാം. ഞങ്ങൾ നിനക്ക് ഒരു ഹോഗ്വാർട്സ് ടോയ്ലറ്റ് സീറ്റ് അയച്ചു തരാം. ജോർജ്, തമാശയാണമ്മേ. ട്രെയിൻ നീങ്ങി തുടങ്ങി. ആൺകുട്ടികളുടെ അമ്മ കൈവീശുന്നതും പകുതി ചിരിക്കുകയും പകുതി കരയുകയും ചെയ്യുന്ന അവരുടെ സഹോദരി ട്രെയിൻ അമിത വേഗതയിൽ എത്തുന്നതുവരെ ഓടുന്നതും ഹാരി കണ്ടു. പിന്നീട് അവൾ അവിടെ നിന്ന് കൈവീശി. ട്രെയിൻ വളവ് തിരിയുമ്പോൾ പെൺകുട്ടിയും അമ്മയും അപ്രത്യക്ഷയാകുന്നത് ഹാരി നോക്കി നിന്നു. ജനാലയിലൂടെ വീടുകൾ മിന്നിമറഞ്ഞു. ഹാരിക്ക് ഒരു വലിയ ആവേശം തോന്നി. താൻ എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ അറിയില്ലായിരുന്നു. പക്ഷേ അതവൻ പിന്നിൽ ഉപേക്ഷിച്ചു പോകുന്നതിനേക്കാൾ മികച്ചതായിരിക്കണം. കമ്പാർട്ട്മെന്റിന്റെ വാതിൽ തുറന്നതും ചുവന്ന മുടിയുള്ള ഇളയ ആൺകുട്ടി അകത്തേക്ക് വന്നു. ആരെങ്കിലും അവിടെ ഇരിക്കുന്നുണ്ടോ? ഹാരിയുടെ എതിർവശത്തുള്ള സീറ്റിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അവൻ ചോദിച്ചു. മറ്റെല്ലായിടത്തും ആളുണ്ട്. ഹാരി ഇല്ലെന്ന് തലയാട്ടി. കുട്ടിയിരുന്നു. അവൻ ഹാരിയെ നോക്കി, പിന്നെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. അവനെ നോക്കിയില്ലെന്ന് നടിച്ചു. മൂക്കിൽ ഇപ്പോഴും ഒരു കറുത്ത പാടുണ്ടെന്ന് ഹാരി കണ്ടു. ഹേയ് റോൺ, ഇരട്ടക്കുട്ടികൾ തിരിച്ചെത്തി. കേട്ടോ, നമ്മൾ ട്രെയിനിന്റെ നടുവിലേക്ക് പോവുകയാണ്. ലീ ജോർദാന്റെ കൈവശം ഒരു വലിയ ടാരാന്റുലയുണ്ട്. ശരി, റോൺ പിറുപിറുത്തു. ഹാരി, മറ്റേ ഇരട്ടക്കുട്ടി വിളിച്ചു. നമ്മളെ പരിചയപ്പെടുത്തിയില്ലെന്ന് തോന്നുന്നു. ഫ്രെഡ് വീസ്ലി ആൻഡ് ജോർജ് വീസ്ലി. ഇത് റോണാണ്, ഞങ്ങളുടെ സഹോദരൻ. അപ്പോൾ പിന്നെ കാണാം. ബൈ, ഹാരിയും റോണും പറഞ്ഞു. ഇരട്ടകൾ കമ്പാർട്ട്മെന്റിന്റെ വാതിൽ അടച്ചു. നീ ശരിക്കും ഹാരി പോട്ടറാണോ? റോൺ ആവേശഭരിതനായി. ഹാരി തലയാട്ടി. ഓ വെൽ, ഫ്രെഡും ജോർജും തമാശ പറഞ്ഞതാവുമെന്ന് ഞാൻ കരുതി. റോൺ പറഞ്ഞു. നിനക്ക് ശരിക്കും അതുണ്ടോ? മനസ്സിലായില്ലേ? അവൻ ഹാരിയുടെ നെറ്റിയിലേക്ക് വിരൽ ചൂണ്ടി ചോദിച്ചു. മിന്നലിന്റെ പാട് കാണിക്കാൻ ഹാരി തന്റെ മുടി പിന്നിലേക്ക് വലിച്ചു. റോൺ തുറിച്ചു നോക്കി. അപ്പോൾ അവിടെയാണ് യൂനോഹു. അതെ, ഹാരി പറഞ്ഞു. പക്ഷെ എനിക്കത് ഓർമ്മയില്ല. ഒന്നും ഓർമ്മയില്ലേ? റോൺ ആകാംക്ഷയോടെ ചോദിച്ചു. എനിക്ക് ധാരാളം പച്ച വെളിച്ചം ഓർമ്മയുണ്ട്, പക്ഷേ മറ്റൊന്നും ഓർമ്മയില്ല. വാവ്! റോൺ ആശ്ചര്യം പ്രകടിപ്പിച്ചു. അവൻ ഹാരിയെ കുറച്ചു നിമിഷങ്ങൾ നോക്കിയിരുന്നു. പിന്നെ താൻ എന്താണ് ചെയ്യുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാക്കി അവൻ വീണ്ടും ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും മാന്ത്രികരാണോ? ഹാരി ചോദിച്ചു. റോൺ തന്നെ കണ്ടെത്തിയതുപോലെ തന്നെ രസകരമാണ് റോണുമെന്ന് ഹാരിക്ക് തോന്നി. അതെ, ശരിയാണ്, റോൺ പറഞ്ഞു.
അമ്മയ്ക്ക് അക്കൗണ്ടൻ്റായ ഒരു കസിൻ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് ഒരിക്കലും സംസാരിക്കാറില്ല. അപ്പോൾ നിനക്ക് ഇതിനകം തന്നെ ധാരാളം മാന്ത്രിക വിദ്യകൾ അറിയാമായിരിക്കും അല്ലേ? ഡയഗൺ ആലിയിലെ വിളറിയ ആൺകുട്ടി പറഞ്ഞ പഴയ മാന്ത്രിക കുടുംബങ്ങളിൽ ഒന്നായിരുന്നു വീസ്ലികൾ എന്ന് വ്യക്തമാണ്. നീ മകൾസിനൊപ്പമാണ് താമസിക്കുന്നതെന്ന് ഞാൻ കേട്ടിരുന്നു. അവർ എങ്ങനെയുള്ളവരാണ്? റോൺ ചോദിച്ചു. ഭീകരം. എല്ലാവരുമല്ല, പക്ഷേ എൻ്റെ അമ്മായിയും അമ്മാവനും കസിനും അങ്ങനെയാണ്. എനിക്കും 3 മാന്ത്രിക സഹോദരന്മാർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. 5 റോൺ തിരുത്തി. എന്തുകൊണ്ടോ അവൻ ദുഃഖിതനായി കാണപ്പെട്ടു. ഞങ്ങളുടെ കുടുംബത്തിൽ ഹോഗ്വാർട്സിലേക്ക് പോകുന്ന 6ാമത്തെ ആളാണ് ഞാൻ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറയാം. ബില്ലും ചാർലിയും ഇതിനകം തന്നെ ഹോഗ്വാർട്സ് കഴിഞ്ഞു. ബിൽ ഹെഡ് ബോയ് ആയിരുന്നു. ചാർലി കിഡിച്ചിൻ്റെ ക്യാപ്റ്റനായിരുന്നു. ഇപ്പോൾ പേഴ്സി ഒരു പ്രിഫെക്റ്റാണ്. ഫ്രെഡും ജോർജും ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കും, പക്ഷേ അവർക്ക് എപ്പോഴും നല്ല മാർക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് വീട്ടിലുള്ളവർ ഞാൻ ബാക്കിയുള്ളവരെ പോലെ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഞാൻ അങ്ങനെ ആയാൽ അത് വലിയ കാര്യമല്ല, കാരണം എൻ്റെ ജ്യേഷ്ഠന്മാർ ആദ്യം അത് ചെയ്തു. 5 സഹോദരന്മാരുള്ളപ്പോൾ നിനക്കൊരിക്കലും പുതിയതൊന്നും ലഭിക്കില്ല. ബില്ലിൻ്റെ പഴയ വസ്ത്രങ്ങളും ചാർലിയുടെ പഴയ വടിയും പേഴ്സിയുടെ പഴയ എലിയുമാണ് എൻ്റെ കൈവശമുള്ളത്. റോൺ തൻ്റെ ജാക്കറ്റിനുള്ളിൽ കൈയിട്ട് ഉറങ്ങുകയായിരുന്ന ഒരു തടിച്ച ചാരനിറത്തിലുള്ള എലിയെ പുറത്തെടുത്തു. ഇവൻ്റെ പേര് സ്കാബേഴ്സ്. ഒരു പ്രയോജനവുമില്ല. അവനൊരിക്കലും ഉണരാറില്ല. പ്രിഫെക്റ്റ് ആയതിന് പേഴ്സിക്ക് അച്ഛനൊരു മൂങ്ങയെ വാങ്ങിക്കൊടുത്തു. പക്ഷെ അതവർക്ക് താങ്ങാൻ അതായത് ഞാൻ ഉദ്ദേശിച്ചത് പകരം എനിക്ക് സ്കാബേഴ്സിനെ കിട്ടി. റോണിൻ്റെ ചെവികൾ ചുവന്നു. അവൻ പറഞ്ഞത് അമിതമാണെന്ന് അവന് തോന്നിയിട്ടുണ്ടാകും, കാരണം അവൻ വീണ്ടും ജനാലയിലൂടെ പുറത്തേക്ക് നോക്കാൻ തുടങ്ങി. ഒരു മൂങ്ങയെ വാങ്ങാൻ കഴിയാത്തതിൽ തെറ്റൊന്നുമില്ലെന്ന് ഹാരിക്ക് തോന്നി. എല്ലാത്തിനുമുപരി 1 മാസം മുമ്പ് വരെ അവന്റെ ജീവിതത്തിൽ ഒരിക്കലും പണമുണ്ടായിരുന്നില്ല. അവൻ റോണിനോട് എല്ലാം തുറന്നു പറഞ്ഞു. ഡഡ്ലിയുടെ പഴയ വസ്ത്രങ്ങൾ ധരിക്കേണ്ടി വന്നതും ശരിയായ ജന്മദിന സമ്മാനങ്ങൾ ഒരിക്കലും ലഭിക്കാത്തതുമെല്ലാം. ഇത് റോണിനെ സന്തോഷിപ്പിക്കുന്നതായി അവന് തോന്നി. ഹാഗ്രിഡ് എന്നോട് പറയുന്നത് വരെ ഒരു മാന്ത്രികനാകുന്നതിനെക്കുറിച്ചോ എൻ്റെ മാതാപിതാക്കളെക്കുറിച്ചോ വോൾഡമോർട്ടിനെ കുറിച്ചോ എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. അത് കേട്ട് റോണൊന്ന് ഞെട്ടി. എന്താ? ഹാരി ചോദിച്ചു. നീ യൂനോഹോവിൻ്റെ പേര് പറഞ്ഞു. ഞെട്ടലും മതിപ്പും കലർന്ന സ്വരത്തിൽ റോൺ തുടർന്നു. ഞാൻ കരുതി നീയും എല്ലാവരെയും പോലെ ആ പേര് പറഞ്ഞതുകൊണ്ട് ഞാൻ ധൈര്യശാലിയാണെന്നൊന്നും കരുതേണ്ട, ഹാരി പറഞ്ഞു. അതങ്ങനെ പറയരുതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായോ? ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു, എനിക്കുറപ്പാണ്. തന്നെ വളരെയധികം വിഷമിപ്പിച്ചിരുന്ന ഒരു കാര്യം ആദ്യമായി ഹാരി ഉള്ളു തുറന്നു പറഞ്ഞു. ക്ലാസ്സിലെ ഏറ്റവും മോശം കുട്ടി ഞാനായിരിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. നീ അങ്ങനെ ആകില്ല. മകൾ കുടുംബങ്ങളിൽ നിന്നുള്ള ധാരാളം ആളുകളുണ്ട്. അവർ വളരെ പെട്ടെന്ന് പഠിക്കും. അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ട്രെയിൻ അവരെ ലണ്ടനിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ അവർ പശുക്കളും ആടുകളും നിറഞ്ഞ വയലുകളിലൂടെ വേഗത്തിൽ പോകുകയായിരുന്നു. വയലുകളും ഇടവഴികളും കടന്നു പോകുന്നത് നോക്കി അവർ കുറച്ചുനേരം നിശബ്ദരായിരുന്നു. 12:30 പുറത്ത് ഇടനാഴിയിൽ വലിയൊരു കടകട ശബ്ദം കേട്ടു. പുഞ്ചിരിക്കുന്ന കുഴിഞ്ഞ മുഖമുള്ള ഒരു സ്ത്രീ അവരുടെ വാതിലിന് മുന്നിലേക്ക് തള്ളിക്കയറി ചോദിച്ചു, എന്തെങ്കിലും കഴിക്കാൻ വേണോ ഡിയേഴ്സ്? പ്രഭാത ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ലാത്ത ഹാരി ചാടി എഴുന്നേറ്റു. പക്ഷേ റോണിന്റെ ചെവികൾ വീണ്ടും പിങ്ക് നിറത്തിലായി. താൻ സാൻഡ്വിച്ചുകൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അവൻ പിറുപിറുത്തു. ഹാരി ഇടനാഴിയിലേക്ക് പോയി. ഡേഴ്സ്ലികളുടെ അടുത്തായിരുന്നപ്പോൾ
മധുരപലഹാരങ്ങൾ വാങ്ങാൻ പോലും അവൻ്റെ കൈവശം ഒരിക്കലും പണമുണ്ടായിരുന്നില്ല. ഇപ്പോൾ സ്വർണവും വെള്ളിയും കൊണ്ട് കിലുങ്ങുന്ന പോക്കറ്റുകൾ ഉള്ളതിനാൽ അവന് കൊണ്ടുപോകാൻ കഴിയുന്ന അത്ര മാസ് ബാറുകൾ വാങ്ങാൻ അവൻ തയ്യാറായിരുന്നു. പക്ഷേ ആ സ്ത്രീയുടെ കൈവശം മാർസ് ബാറുകൾ ഉണ്ടായിരുന്നില്ല. അവരുടെ കൈവശം ബേർഡി ബോട്ട്സ് എവറി ഫ്ലേവർ ബീൻസ്, ഡ്രൂബിൾസ്, ബെസ്റ്റ് ഗ്ലോയിങ് ഗം, ചോക്ലേറ്റ് ഫ്രോഗ്സ്, പംകിൻ പേസ്ട്രീസ്, കോൾഡ്രൺ കേക്കുകൾ തുടങ്ങി ഹാരി ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത നിരവധി വിചിത്ര വസ്തുക്കൾ. ഒന്നും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാതെ അവൻ എല്ലാത്തിൽ നിന്നും കുറച്ചു വാങ്ങി. ആ സ്ത്രീക്ക് 11 വെള്ളി സിക്കിൾസും 7 വെങ്കല നട്ടുകളും നൽകി. ഹാരി അതെല്ലാം തിരികെ കമ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്ന് ഒഴിഞ്ഞ സീറ്റിൽ വെച്ചപ്പോൾ റോൺ ഉറ്റുനോക്കി. നിനക്ക് വിശക്കുന്നുണ്ടാവും അല്ലേ? അതെ, വല്ലാതെ. ഹാരി ഒരു പംകിൻ പേസ്ട്രിയിൽ നിന്ന് വലിയൊരു കഷ്ണം കടിച്ചുകൊണ്ട് പറഞ്ഞു. റോൺ ഒരു കട്ട പിടിച്ച പൊതി പുറത്തെടുത്ത് അത് അഴിച്ചു. അതിൽ 4 സാൻഡ്വിച്ചുകൾ ഉണ്ടായിരുന്നു. അവൻ അതിൽ നിന്ന് ഒന്ന് വേർപെടുത്തിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് കോൺഡ് ബീഫ് ഇഷ്ടമല്ലെന്ന് അമ്മ എപ്പോഴും മറക്കും. അത് തന്ന് ഇതിലൊന്ന് എടുത്തോളൂ. ഒരു പേസ്ട്രി ഉയർത്തിപ്പിടിച്ച് ഹാരി പറഞ്ഞു. എടുത്തോളൂ. ഇതെടുക്കണ്ട, എല്ലാം തണുത്തുപോയി, റോൺ പറഞ്ഞു. അമ്മക്ക് അധികം സമയമില്ലായിരുന്നു, അവൻ തുടർന്നു. മനസ്സിലാകുമല്ലോ, ഞങ്ങൾ 5 പേരെയും കൊണ്ട്. അത് സാരമില്ല, എടുക്കൂ, ഒരു പേസ്റ്റ് കഴിക്കൂ, ഹാരി നിർബന്ധിച്ചു. മുമ്പ് പങ്കിടാൻ ഒന്നുമില്ലായിരുന്നു, അല്ലെങ്കിൽ പങ്കിടാൻ ആരുമില്ലായിരുന്നു. റോണിനൊപ്പം അവിടെ ഇരുന്ന് എല്ലാ പേസ്ട്രികളും കേക്കുകളും കഴിച്ചുകൊണ്ടിരുന്നത് ഒരു സുഖകരമായ അനുഭവമായി ഹാരിക്ക് തോന്നി. ആ സാൻഡ്വിച്ചുകൾ അവിടെ തന്നെ കിടന്നു. ഇതെന്താണ്? ഒരു പാക്കറ്റ് ചോക്ലേറ്റ് തവളകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹാരി റോണിനോട് ചോദിച്ചു. ഇവ ശരിക്കും തവളകളല്ലല്ലോ, അല്ലേ? ഒന്നും തന്നെ അത്ഭുതപ്പെടുത്തുന്നില്ലെന്ന് അവന് തോന്നി തുടങ്ങിയിരുന്നു. അല്ലല്ല, റോൺ പറഞ്ഞു. പക്ഷേ കാർഡ് എന്താണെന്ന് നോക്കൂ. എനിക്ക് ഇതുവരെ അഗ്രിപ്പയെ കിട്ടിയിട്ടില്ല. എന്ത്? ഓ, നിനക്കറിയില്ലായിരിക്കും. ശരിയാണ്, ചോക്ലേറ്റ് തവളകൾക്കുള്ളിൽ കാർഡുകൾ ഉണ്ടാകും ശേഖരിക്കാൻ. പ്രശസ്തരായ മാന്ത്രികരുടെയും മന്ത്രവാദിനികളുടെയും കാർഡുകൾ. എൻ്റെ കൈവശം 500ഓളം പേരുണ്ട്. പക്ഷെ എനിക്ക് ഇതുവരെ അഗ്രിപ്പയെയും ടോളമിയെയും കിട്ടിയിട്ടില്ല. ഹാരി തൻ്റെ ചോക്ലേറ്റ് തവളയുടെ പൊതിയഴിച്ച് കാർഡ് എടുത്തു. അതിൽ ഒരു പുരുഷന്റെ മുഖമുണ്ടായിരുന്നു. അയാൾക്ക് അർദ്ധചന്ദ്രാകൃതിയിലുള്ള കണ്ണട ഉണ്ടായിരുന്നു. വളഞ്ഞ നീണ്ട മൂക്കും ഒഴുകുന്ന വെള്ളി മുടിയും താടിയും മീശയും ഉണ്ടായിരുന്നു. ചിത്രത്തിന് താഴെ ആൽബസ് ഡംബിൾഡോർ എന്ന പേരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഡംബിൾഡോർ. ഹാരി പുഞ്ചിരിച്ചു. ഡംബിൾഡോറിനെ കുറിച്ച് നീ കേട്ടിട്ടില്ലെന്ന് പറയരുത്, റോൺ പറഞ്ഞു. ഒരു തവളയെ തരാമോ? ചിലപ്പോൾ അഗ്രിപ്പയെ കിട്ടിയാലോ? താങ്ക്സ്. ഹാരി തന്റെ കാർഡ് മറിച്ചു നോക്കി വായിച്ചു. ആൽബസ് ഡംബിൾഡോർ, നിലവിൽ ഹോഗ്വാർട്സിന്റെ ഹെഡ് മാസ്റ്റർ. ആധുനിക കാലത്തെ ഏറ്റവും മഹാനായ മാന്ത്രികനായി കണക്കാക്കപ്പെടുന്ന പ്രൊഫസർ ഡംബിൾഡോർ 1945 ഡാർക്ക് വിസാർഡ് ഗ്രിൻഡൽവാൾഡിനെ പരാജയപ്പെടുത്തിയതിലൂടെയും ഡ്രാഗൺ രക്തത്തിന്റെ 12 ഉപയോഗങ്ങൾ കണ്ടെത്തിയതിലൂടെയും തന്റെ പാർട്ട്ണറായ നിക്കോളാസ് ഫ്ലേമലുമായി ചേർന്ന് ആൽക്കെമിയിൽ നടത്തിയ പ്രവർത്തനങ്ങളിലൂടെയും പ്രശസ്തനാണ്. പ്രൊഫസർ ഡംബിൾഡോറിന് ചേംബർ സംഗീതവും 10 പിൻ ബൗളിങ്ങും ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഈ അധ്യായം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ബാക്കി ഭാഗവുമായി വരുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. താങ്ക് യു.